Watch full episodes on Jio Hotstar. ഞാൻ നോക്കട്ടെ ഇവിടെ ആർക്കാ ഇത്ര ചങ്കൂറ്റമെന്ന്. എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എഞ്ചിൻ ഓഫ് ചെയ്താ കാറ് താഴേക്ക് പോവും ചങ്ക. എനിക്ക് തോന്നുന്നത് ആരോ സാക്കിനോട് എതിർത്ത് സംസാരിച്ചു എന്നാ. ഇത് നോക്ക്, സെക്യൂരിറ്റി അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ നെറ്റ് ഡോർ നമ്മളെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നാണോ നമുക്ക് ഈ നെറ്റിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്നത്, അന്ന് നമ്മൾ പിന്നെയും അവിടേക്ക് തിരിച്ചു പോയി നമ്മളുടെ യുദ്ധം തുടങ്ങി വെക്കും. മോട്ടു എന്റെ ബ്രോ, ആ ലേസർ നെറ്റിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമ്മൾ പൊട്ടിത്തെറിക്കും ചങ്ക. നീ ആരാണ്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നീ സഹായിച്ചത്? എനിക്ക് നിന്റെ അച്ഛനെ നന്നായിട്ടറിയാം. ഞാനാണ് നിന്നെ കണ്ടുപിടിക്കാനായി ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചത്. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷായി. നീ മോട്ടു അല്ലേ? അതെ, ഞാനാണ് മോട്ടു. കാണാൻ അച്ഛനെ പോലെ തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, ഇത് ഡോക്ടർ ജഡ്ക, ഇൻസ്പെക്ടർ ചിങ്കം, പിന്നെ ഗസീട്ടാറാം. ഹലോ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ മോട്ടോനെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ മോട്ടോന്റെ സ്വപ്നത്തില് അവന്റെ അച്ഛൻ എങ്ങനെയാ വന്നത്? അദ്ദേഹത്തിന് ആ ശക്തിയുണ്ട്. ആരുടെ സ്വപ്നത്തിൽ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിയും. ആരുടെയെങ്കിലും കണ്ണുകളിൽ നോക്കി മൈൻഡ് റീഡ് ചെയ്യാനും കഴിയും. അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനും കഴിയും. ആ ശക്തികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാർക്ക് അദ്ദേഹത്തെ തടവിലാക്കിയത്. പക്ഷെ എന്റെ പെങ്ങളെ, ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മോട്ടുവിന്റെ ഓർമ്മ എങ്ങനെയാ വന്നത്? അപ്പോൾ നീ ചെറുതായിരുന്നു, വളരെ ചെറുത്. ഇത്രയും നാൾ സാർക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഇപ്പോൾ നീ വലുതായിരിക്കുന്നു, നിനക്ക് സഹനശക്തിയുമുണ്ട്. നീ ഇപ്പൊ വലുതായതുകൊണ്ട്
അദ്ദേഹത്തിന് നിന്നിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ നീ രക്ഷിക്കുമെന്ന്. എന്നെ വേഗം കൊണ്ടുപോകൂ. എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ. അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഇത്രയ്ക്ക് ധൃതി കാണിക്കരുത്. സാർക്ക് ഒരു അപകടകാരി മാത്രമല്ല, വളരെ സൂത്രശാലിയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം നിങ്ങളെ എല്ലാരെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാം. ഓക്കെ? ശരി. ഹലോ മാം. വരൂ വരൂ, വേഗം ഇവിടുന്ന് പോകാം. അച്ഛാ! എന്റെ അച്ഛാ! മോട്ടു, മോനെ നീ വന്നോ? മോനെ നിനക്ക് സുഖമല്ലേ? എന്റെ പൊന്നുമോനെ, നിനക്ക് സുഖമല്ലേടാ? പറയടാ മോട്ടു. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ അച്ഛാ. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ. ഇതെന്താ അച്ഛന്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇത് അഴിക്കച്ചാ. ഞാനിത് അഴിക്കാൻ പോവാ അച്ഛാ. മോട്ടു പ്ലീസ്. സോറി സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ആ കണ്ണടയ്ക്ക് ചുറ്റും കറണ്ട് ഉണ്ടായിരുന്നു. അത് ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അത് തുറക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. അതാ സാർക്കിനും ലെപ്റ്റൂനും മാത്രമേ അറിയൂ. എത്ര കാലത്തിന് ശേഷമാ വന്നത്, എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ ഒക്കുന്നില്ല. മിനി, എന്റെ മോൻ എങ്ങനെയുണ്ട്? ശരിക്കും നിങ്ങളെ പോലെ തന്നെയുണ്ട്. നിങ്ങൾ കാണുവച്ചാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ ചെന്ന സാറിനെ ഒന്ന് കാണട്ടെ. മോഹൻ സിംഹ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. നിങ്ങൾക്കൊരു മകനുണ്ട്. നിങ്ങളും കള്ളം പറയാറില്ലല്ലേ? കാരണം കള്ളം പറഞ്ഞാൽ കാക്ക കൊത്തും. എനിക്കാണ് കാക്കകളെ ഭയങ്കര പേടിയാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പേടിയാണെന്ന്. വിടന്നെ, വിട്, വിടാനാ പറഞ്ഞത്. വെൽക്കം മോട്ടു. വെൽക്കം ടു എക്സാർ പ്ലാനറ്റ്. താങ്ക് യു മിനി. നീ വളരെ തന്ത്രപൂർവമാണ് ജോലി ചെയ്തത്. മോട്ടുവിന്റെ അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള നിന്റെ തന്ത്രമായിരുന്നു അല്ലേ? ഓ, നീ വളരെ ഇന്റലിജന്റ് ആണല്ലോ. മനസ്സിലാക്കി കളഞ്ഞു. മിസ്റ്റർ മോഹൻ സിംഹ, എന്റെ കൂട്ടുകാരാ, സഹോദര, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്കയെ പേടിയും. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയുന്നു, മോട്ടുവിന്റെ ബുദ്ധി ഞാൻ ബ്ലാങ്ക് ആക്കി കളയും. പിന്നെ അവന് നിങ്ങളെ മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ പോലും കഴിയില്ല. ആ സമയം തന്നെ ഞാൻ അവനെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യിക്കും. സ്റ്റാർട്ട് ദ മിഷൻ. എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്. വേണ്ട. നീ എന്റെ മോനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. വിട്, അവനെ വിട്, അവനെ വിടാൻ. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. അച്ഛാ, അച്ഛാ, ഇവനോടൊന്നും പറഞ്ഞേക്കല്ലേ. സോറി മുട്ടു, ജീവിതത്തിൽ മുഴുവൻ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോ എന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഈ സമയത്ത് നിന്നെ കൂടി ഞാൻ കെണിയിലാക്കി. സോറി മോനെ. മതി മതി, ഒരുപാട് ഇമോഷണൽ ആക്കല്ലേ, എനിക്ക് കരച്ചില് വരും. മോഹൻ സിംഹ, പെട്ടെന്ന് പെട്ടെന്ന് പറയൂ. എന്തൊക്കെയാ പറയണ്ടെന്ന് വെച്ചാ സാറ് കേൾക്കുന്നുണ്ട് അല്ലേ ബോസ്?
മമ്മി ഫൈറ്റ് ഇപ്പൊ തുടങ്ങാൻ പോവാണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് 20 മിനിറ്റിന് അനുഭവം പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല തങ്ങേ, ഓടിക്കോ. ഇങ്ങോട്ട് വാ. വാടാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ ഒക്ടോബസ് റോബോട്ട് എന്ത് ചെയ്തിട്ട് നശിക്കുന്നില്ലല്ലോ. വരൂ, പുറത്തേക്ക് ഓടാൻ ചങ്കേ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ എന്റെ അച്ഛനില്ലാതെ ഇവിടുന്ന് വരികയില്ല. എന്റെ മോട്ടു, ഇപ്പൊ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അച്ഛനെ രക്ഷിക്കുന്നേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം. പിന്നെ നമുക്ക് മുഴുവൻ തയ്യാറോട് കൂടി വരാം. ഓടിക്കോ, ഓടിക്കോ ചങ്കേ. അച്ഛാ, ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി അച്ഛൻ കാത്തിരിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. Hands up. Hey, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഇവിടെ കുട കിട്ടാൻ സാധ്യത ഉണ്ടോ? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ പോവാന്ന്. Thank you. അല്ല, ഇതെങ്ങനെ ഇയാൾ ചെയ്തത്? ഈ തോക്ക് മുകളിലോട്ട് പിടിച്ച് വെടിവെച്ചാ മതി. Yeah. ചിങ്കം സാറേ. സാർ, പെട്ടെന്ന് ഈ വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടിക്കോ. നിങ്ങൾ നേരെ വേസ്റ്റ് ട്രക്കിലേക്ക് ചെന്ന് ചാടും. ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്തെത്തിക്കാം. വേഗം. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? ആദ്യം മിനി ഞങ്ങളെ സഹായിച്ചു, എന്നിട്ട് അവസാനം കുടുക്കി കളഞ്ഞു. പറ, ഇനി നിനക്ക് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? പറ. ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സാറിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങേരന്റെ മൈൻഡിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് എന്നെ ഒരു വിലയുമില്ല. ഇന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും ഈ ബ്ലാങ്ക് മൈൻഡിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അകത്ത് ലാബ് വെച്ച് കണ്ടില്ലേ ഞാൻ നിങ്ങളെ എന്ത് സ്റ്റൈലായിട്ടാ രക്ഷിച്ചതെന്ന്? ഇവൻ പറയുന്നത് സത്യമാണ്. എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ആ ലിവർ പിടിച്ച് വലിച്ചത് മനഃപൂർവ്വമാണെന്ന്. വരൂ എന്റെ കൂടെ, വേഗം വരൂ. നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല.
Watch India's largest kids library only on Jio Hotstar. Download the app now.